അതിനിടയിലാണ് ഭരണകക്ഷി MLA തന്നെ മുന്നിലേക്ക് വന്നു സർക്കാരിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി, ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGPക്കെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നാൽ ആ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ, ആ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാതെ അതിലും ഇരട്ടത്താപ്പ് നയമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ആ ഭരണകക്ഷി MLA പറഞ്ഞ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. പകുതി കാര്യങ്ങൾ അന്വേഷിക്കില്ല. ADGP ലോ ആൻഡ് ഓർഡറിനെതിരായി അന്വേഷിക്കും, പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരായി അന്വേഷിക്കില്ല. ഇരട്ടത്താപ്പാണ്. രണ്ടുപേർക്കെതിരായി ആരോപണം, ഒരാൾക്കെതിരെ അന്വേഷിക്കും, ഒരാൾക്കെതിരെ അന്വേഷിക്കില്ല. ആരോപണ വിധേയനായ ആൾ അതേ ചുമതലയിൽ ഇരുന്നുകൊണ്ട് അത് അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത് ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. ADGP ലോ ആൻഡ് ഓർഡർ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് റിമാർക്ക് എഴുതേണ്ട ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് അവർ അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിന് എന്ത് പ്രസക്തി ഉണ്ടാവും? അതിനിടയിലാണ് നമ്മളൊരു ഗുരുതരമായ ആരോപണം നമ്മൾ ഉന്നയിച്ചു. തൃശ്ശൂരിൽ വെച്ച് 2023 RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി കേരളത്തിന്റെ ADGP ലോ ആൻഡ് ഓർഡർ ചർച്ച നടത്തി 1 മണിക്കൂർ. MR അജിത് കുമാർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി. ആദ്യ RSSകാർ പറഞ്ഞു, 3 കൊല്ലമായി ഈ ഹൊസബലെ തൃശ്ശൂരിലേക്ക് വന്നിട്ടില്ല എന്ന് മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞു. എന്നോട് ചോദിച്ച മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റായി എഴുതി തരാം. ഒരു RSS നേതാവ് എഴുതി കൊടുത്തു. പിറ്റേ ദിവസം വേറെ RSS നേതാവ് പറഞ്ഞു, ഹൊസബലെ തൃശ്ശൂരിൽ വന്നിട്ടുണ്ട്, പക്ഷെ അജിത് കുമാറിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അജിത് കുമാർ ഏത് ഹോട്ടലിൽ വന്നിട്ടാണ് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഏത് വാഹനത്തിൽ കയറി ആരോടൊപ്പമാണ് എവിടെ വെച്ചാണ് RSS കണ്ടത്? ഇപ്പൊ അജിത് കുമാർ അടക്കമുള്ള ആളുകൾ സമ്മതിച്ചു, 2 കൂട്ടരെ സമ്മതിച്ചു, കണ്ടിട്ടു. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത്, അവർ തമ്മിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്താകും? അജിത് കുമാർ RSS നേതാവിനെ കണ്ടാൽ എന്താ കുഴപ്പമെന്നറിയൂ? 10 ദിവസത്തിനുള്ളിൽ അജിത് കുമാർ സംഘപരിവാർ നേതാവായ റാം മാധവിനെ തിരുവനന്തപുരത്ത് കണ്ട് സംസാരിച്ചു. എന്തിനാണ് കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിന്റെ ADGP RSS നേതാക്കളുമായി നിരന്തരമായി ചർച്ച നടത്തുന്നത്? അജിത് കുമാറും ഹൊസബലയുമായി വല്ല അതിർത്തികൾക്കുണ്ടോ? അവർ തമ്മിൽ വല്ല ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? എന്തെങ്കിലും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നുണ്ടോ? അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് ഈ അജിത് കുമാർ ഈ RSS നേതാക്കളെ കാണുന്നത്. എന്താ? കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു. നിരവധി കേസുകളിൽ മുഖ്യമന്ത്രി അടക്കം പ്രതിയാകേണ്ട നിരവധി കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു. ഞങ്ങൾ BJPയുടെ ഏറ്റവും വലിയ ആഗ്രഹം, BJPക്ക് കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം. അവർ കണ്ടുവച്ചിരിക്കുന്നത് തൃശ്ശൂരാണ്. 2.5 കൊല്ലമായി തൃശ്ശൂരിൽ പാർലമെന്റ് സീറ്റ് ജയിക്കാനുള്ള പെടാപ്പാടുകൾ. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ദൂതൻ അജിത് കുമാർ RSS നേതാവിനെ കണ്ട് ഞങ്ങൾ എല്ലാ സഹായവും ചെയ്തു തരാം എന്ന് പറയുന്നു. സഹായം ചെയ്യുന്നത് വൻപേ ട്രാഫിക്കല്ല. അങ്ങോട്ട് സഹായം ചെയ്താൽ ഇങ്ങോട്ട് സഹായം വേണം. അങ്ങോട്ട് ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളെ ഇങ്ങോട്ട് ഉപദ്രവിക്കരുത് എന്നാണ് പിണറായി വിജയന് വേണ്ടി അജിത് കുമാർ RSS നേതാവിനോട് കണ്ടത്. അതാണ് ധാരണ. തൃശ്ശൂരിൽ ജയിപ്പിക്കാം എന്നാണ് ധാരണ. 2024 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുകയാണ്. തൃശ്ശൂർ പൂരം രാവിലെ ആരംഭിച്ചപ്പോൾ മുതൽ പോലീസ് നിരന്തരമായി അത് തടസ്സപ്പെടുത്തി. രാവിലെ 11 മണിക്ക് മരത്തിൽ വരവ് മുതൽ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് നടക്കേണ്ട വെടിക്കെട്ട് വരെ പോലീസ് തടസ്സപ്പെടുത്തി. ആദ്യമായി എങ്ങനെ തടസ്സപ്പെടുത്തി? ഞങ്ങൾ അങ്ങനെ പറഞ്ഞു,
ഇപ്പൊ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു. അന്ന് ഗവൺമെന്റ് പറഞ്ഞത് പൂരം കലക്കിയ ഉദ്യോഗസ്ഥൻ, അയാൾ അഴിഞ്ഞാടുകയായിരുന്നു അവിടെ, സിറ്റി പോലീസ് കമ്മീഷണർ, അയാളെ ഞങ്ങൾ നീക്കം ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ DGP അന്വേഷണ റിപ്പോർട്ട് വരും. ഒരാഴ്ച കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, റിപ്പോർട്ട് പുറത്തു വന്നില്ല. അപ്പൊ നമ്മൾ ചോദിച്ചു, റിപ്പോർട്ട് എവിടെയാണ്? ഒരു ചാനൽ മനോരമ ന്യൂസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പോലീസ് ആസ്ഥാനത്തേക്ക് ഒരു ചോദ്യം ചോദിച്ചു, ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നോ? അപ്പോൾ പോലീസ് ആസ്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല. അവര് വെറുതെയല്ല പറഞ്ഞത്, അവര് തൃശ്ശൂരിൽ കമ്മീഷൻ ഓഫീസിൽ വിളിച്ചു ചോദിച്ച് കത്തയച്ച് മറുപടി വാങ്ങിച്ചു, ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല. അന്ന് രാത്രി ആ റിപ്പോർട്ട് കൊടുത്ത DYSPയെ സസ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വന്നു, ഞാൻ ഒരാഴ്ച കൂടി നീട്ടിക്കൊടുത്തു, 24-ാം തീയതി വരെ. ഇന്ന് റിപ്പോർട്ട് വരും. മുഖ്യമന്ത്രി പറഞ്ഞ അന്ന് രാത്രി 24-ാം തീയതി അന്ന് രാത്രി തന്നെ റിപ്പോർട്ട് കൊടുത്തു. ആരാ റിപ്പോർട്ട് കൊടുത്തത്? ADGP ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള അജിത് കുമാർ. അപ്പൊ നമ്മളൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ഈ കമ്മീഷനാണ് ഉത്തരവാദി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ ഈ ADGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ തൃശൂർ പൂരത്തിന്റെ അന്ന് തൃശൂർ ടൗണിൽ ഉണ്ടായിരുന്നു. പൂരം കാണാൻ പോയതല്ലോ, പൂരം കാണാൻ പോയതല്ല. കമ്മീഷണർ സ്ഥലത്തും മാത്രമാണുള്ളതെങ്കിൽ കമ്മീഷണർക്കാണ് പൂർണ്ണമായ ഉത്തരവാദിത്വം. അതിന്റെ മീതെ DIG ഉണ്ടെങ്കിൽ DIGക്കാണ് ഉത്തരവാദിത്വം. DIGയുടെ ഉത്തരവാണ് താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരനുസരിക്കുന്നത്. അതിന് മീതെ IG ഉണ്ടെങ്കിൽ IG ആണ് ഉത്തരവാദിത്വം. അദ്ദേഹം പറയുന്നത് എല്ലാവരും കേൾക്കണം. ADGP ലോ ആൻഡ് ഓർഡർ അവിടെയുള്ളപ്പോൾ ഏറ്റവും ഉത്തരവ് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥൻ ഈ അജിത് കുമാറാണ്. രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഈ കമ്മീഷൻ അരിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ADGP ലോ ആൻഡ് ഓർഡർ പോയി അയാൾക്കൊന്ന് ഫോൺ വിളിച്ച് കമ്മീഷനോട്, ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരോട് പോലീസ് പറയുന്ന ഭാഷ എനിക്ക് ഇവിടേക്ക് പറയാൻ പറ്റില്ല, എടോ താൻ എന്താണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം ഈ കമ്മീഷനോട് ഈ ലോ ആൻഡ് ഓർഡർ ADGP ചോദിച്ചോ? ചോദിച്ചില്ല. ഇനി രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഒരു കമ്മീഷൻ അഴിഞ്ഞാടുമ്പോൾ കേരളത്തിൽ പോലീസിന്റെ ചുമതലയുള്ള, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടല്ലോ. അറിഞ്ഞില്ലേ? ഒരു കമ്മീഷണർ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം അലങ്കോലപ്പെടുത്തുന്നു എന്ന് അറിയാനുള്ള ഇന്റലിജൻസ് സംവിധാനം കേരളത്തിലെ പോലീസിനില്ലേ? അറിഞ്ഞില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നതെങ്കിൽ ദേവിയിൽ ഞങ്ങൾക്ക് പറയേണ്ടി വരും, അങ്ങ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലായിരുന്നു. അങ്ങ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലായിരുന്നു. രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ തൃശൂർ പൂരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കലക്കിയിട്ട് അതുവരെ അറിയാതെ ഞങ്ങൾക്ക് ഓർമ്മയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ആരും എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞു. രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഉറങ്ങുകയായിരുന്നോ കേരളത്തിലെ മുഖ്യമന്ത്രി? പറയട്ടെ, അറിഞ്ഞില്ല. അപ്പൊ ഇവരെല്ലാം അറിഞ്ഞു. ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ്, എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഈ പൂരം കലക്കിയത്. എന്താ പൂരം കലക്കിയത്? പൂരം കലക്കിയാൽ ഒരു വികാരം ഉണ്ടാകും. ആ വികാരം BJPക്ക് അനുകൂലമാകും. പോലീസ് പ്ലാൻ ചെയ്ത് സുനിൽ കുമാറും കെ മുരളീധരനും LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ അവിടെ നിന്ന് പോയതിനു ശേഷം BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ഒരു ആംബുലൻസിൽ മുമ്പിലും പുറകിലും പോലീസ് വാഹനവുമായി എഴുന്നള്ളിച്ചു കൊണ്ടുവരികയായിരുന്നു ഈ സംഭവ സ്ഥലത്തേക്ക്. വീരനായകൻ തൃശൂർ പൂരം കലക്കിയതിനെതിരായി അതിശക്തമായ പ്രതിഷേധവുമായി BJPയുടെ സ്ഥാനാർത്ഥി വരുന്നു. മറ്റ് സ്ഥാനാർത്ഥികൾ ആരുമില്ല, പോലീസ് കൊണ്ടുവരുന്നു. എന്തൊരു നാടകമായിരുന്നു അവിടെ നടന്നത്. ഇപ്പൊ ഒരു കാര്യം പുറത്തു വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പൂരം നടക്കുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് ADGP ലോ ആൻഡ് ഓർഡർ ഒരു മീറ്റിംഗ് വിളിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പൊ
അപ്പൊ ഈ കമ്മീഷണർ ഒരു പ്രോജക്റ്റുമായി മുമ്പോട്ട് വന്നു. ആ പ്രോജക്ട് എന്ന് പറയുന്നത് എല്ലാ വർഷവും തൃശൂർ പൂരം നടക്കുമ്പോൾ ഒരു പ്ലാൻ ഉണ്ട്. ഒരു പ്ലാൻ എന്ത് ചെയ്യണം പോലീസ്. അത് എല്ലാ വർഷവും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. പോലീസ് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ വനത്തിൽ വരുമ്പോൾ, അപ്പുറത്ത് പഞ്ചവാദ്യം നടക്കുമ്പോൾ, ഇപ്പുറത്ത് മേളം നടക്കുമ്പോൾ, വെടിക്കെട്ട് നടക്കുമ്പോൾ എവിടെ ബാരിക്കേഡ്, പോലീസ് ഒരു ബ്ലൂ പ്രിന്റ്. ചില വർഷങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ശബരിമല സീസണിൽ മണ്ഡലകാലത്ത് മകരവിളക്കിന്റെ സമയത്ത് 1-ാം തീയതി നടക്കുമ്പോൾ ഒക്കെ പോലീസിന് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ആ ബ്ലൂ പ്രിന്റ് വെച്ച് അതാത് വർഷങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്തിയിട്ടാണ് പോലീസിന്റെ മാനേജ്മെന്റ്.